പരിശുദ്ധ കുർബാനയിലെ നാലാം ഭാഗമായ അനാഫ്രയെക്കുറിച്ചാണ് നാം ചിന്തിക്കുക. ഗ്രീക്ക് പദത്തിൽ നിന്നാണ് ഇത് വരിക. ഇതിന്റെ അർത്ഥം ഉയർത്തുക എന്നാണ്. ഒരുക്ക ശുശ്രൂഷയിലൂടെ കർത്താവിന്റെ ശരീരവും രക്തവും ഒരുക്കുന്നതിനോടൊപ്പം നമ്മുടെ ഹൃദയവും നാം ഒരുക്കുന്നു. പരിശുദ്ധ കുർബാനയുടെ ഹൃദയമാകുന്ന അനാഫറയിലേക്ക് നാം പ്രവേശിക്കുന്നു. യുക്കാരിസ്റ്റിക് പ്രയർ എന്ന് ഇതിനെ പറയും. ദിവ്യകാരുണ്യ പ്രാർത്ഥന അനാഫറ എന്നാണ് അറിയപ്പെടുക. ഇതിനെക്കുറിച്ച് സുറിയാനി പദങ്ങൾ കൂദാശ വിശുദ്ധീകരണം, കുർബാന സമർപ്പണം, റാസ രഹസ്യം. പൗരസ്ത്യ സുറിയാനി സഭയ്ക്ക് 3 അനാഫ്രകളുണ്ട്. മൊംസ്വിസ്ത്യായിലെ തൈഡോറിന്റെ അനാഫ്ര മംഗലവാർത്ത മുതൽ ഉത്താനകാലം വരെ ഇത് ഉപയോഗിക്കും. സ്ലീഹന്മാരായ അദായി മാറിയുടെ അനാഫ്ര ഉത്താനകാലം മുതൽ മംഗലവാർത്ത വരെ നാം ഉപയോഗിക്കും. നെസ്റ്റോറിസിന്റെ അനാഫ്ര ഇത് വർഷത്തിൽ 5 തവണയാണ് ഉപയോഗിക്കുക. ധനഹ തിരുനാളിൽ, സ്നാപക യോഹന്നാന്റെ വെള്ളിയാഴ്ചകളിൽ, ഗ്രീക്ക് വേദപാരംഗതന്മാരുടെ ഓർമ്മദിനങ്ങളിൽ, നിനേവക്കാരുടെ ബുധനാഴ്ചയിൽ, പെസഹ വ്യാഴാഴ്ചയിൽ. പൗരസ്ത്യ സഭയിൽ 4 പ്രാർത്ഥനകളുള്ള 4 പ്രാർത്ഥനാ വലയങ്ങളെയാണ് അനാഫ്ര എന്ന് വിളിക്കുന്നത്. ഓരോ പ്രാർത്ഥനാ വലയത്തിലും 4 പ്രാർത്ഥനകളുണ്ട്. ഒന്നാമത്തെ പ്രാർത്ഥനയാണ് കർത്താവെ ആശീർവദിക്കണമേ എന്ന പ്രാർത്ഥന. രണ്ടാമത്തെ പ്രാർത്ഥനയാണ് യാചന പ്രാർത്ഥന, കുശാപ്പ പ്രാർത്ഥന എന്ന് പറയും. മൂന്നാമത്തെ പ്രാർത്ഥനയാണ് പ്രണാമജപങ്ങൾ, ഗഹാന്ത പ്രാർത്ഥന. നാലാമത് സ്തുതിപ്പ്, കാനോന എന്ന് പറയും. ഒന്നാമത്തെ പ്രാർത്ഥന കർത്താവെ ആശീർവദിക്കണമേ. ദൈവത്തിനു മുമ്പിൽ ജനത്തിന്റെ മധ്യസ്ഥനായി നിൽക്കുന്ന പുരോഹിതന്റെ വിനയമാണ് ഇവിടെ പ്രകടിപ്പിക്കുക. യാചന പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ദൈവത്തെ സമീപിക്കുന്ന പുരോഹിതനിലെ അയോഗ്യത, പാപത്തിന്റെ മോചനത്തിനും തനിക്കും സമൂഹത്തിനും വേണ്ടിയുള്ള അനുഗ്രഹത്തിനും വേണ്ടിയുള്ള പ്രാർത്ഥനയാണിത്. മൂന്നാമത് പ്രണാമജപം. അനാഫ്രയിലെ വിശിഷ്ടമായ പ്രാർത്ഥനയാണ് പ്രണാമജപങ്ങൾ. കുനിഞ്ഞു നിന്ന് കരങ്ങൾ കൂപ്പിയാണ് പുരോഹിതൻ ഇത് ചൊല്ലേണ്ടത്. ഈ ശുശ്രൂഷയ്ക്കായി ഒരുക്കണമേ, എന്നെ അനുഗ്രഹിക്കണമേ എന്നാണ് പ്രാർത്ഥിക്കുന്നത്. നാലാമത് പ്രാർത്ഥനകൾ അവസാനിപ്പിക്കുമ്പോൾ കാനോനകളിലൂടെ, സ്തുതിപ്പിലൂടെ. പ്രണാമജപത്തിൽ അനുസ്മരിച്ച രക്ഷാകര പദ്ധതിയാണ് സ്തുതിയും കൃതജ്ഞതയും അർപ്പിക്കുന്നത്. കാർമ്മികൻ തന്റെ ശിരസിന് മുകളിലും ജനത്തിന്റെ മേലും കുരിശു വരയ്ക്കുന്നത് 2 കൂട്ടർക്കും കരുണ ആവശ്യമുണ്ട് എന്നർത്ഥമാകുന്നു. സർവേശ്വരന്റെ കരുണ ഓർക്കുകയും യാചിക്കുകയും ചെയ്യുന്നു. അനാഫ്രയിൽ 4 പ്രണാമ ജപങ്ങളുണ്ട്. ഒന്നാം പ്രണാമ ജപത്തിന് ശേഷമാണ് സമാധാന ആശംസ വരുന്നത്. രണ്ടാം പ്രണാമ ജപത്തിന് ശേഷമാണ് ഓശാന ഗീതം വരുന്നത്. മൂന്നാം പ്രണാമ ജപത്തിന് ശേഷമാണ് കൂദാശ സ്ഥാപന വചനങ്ങൾ വരുന്നത്. നാലാം പ്രണാമ ജപത്തിന് ശേഷം റൂഹാക്ഷണ പ്രാർത്ഥന വരുന്നു. ഒന്നാമത്തെ പ്രാർത്ഥനാ വലയത്തിന് ശേഷം കാർമ്മികൻ ജനങ്ങൾക്ക് നേരെ തിരിഞ്ഞുകൊണ്ട് സമാധാനം നിങ്ങളോട് കൂടെ എന്ന് പറയുമ്പോൾ ഡീക്കന്മാർ സമാധാനം നൽകുന്നു. വിശുദ്ധ പൗലോസ് ശ്ലീഹ സമാധാന ചുംബനത്തിന് ക്രിസ്തീയ ഐക്യത്തിന്റെ അർത്ഥമാണ് ഇവിടെ നൽകുന്നത്. റോമാക്കർക്കെഴുതിയ ലേഖനം 16-ാം അധ്യായം 16-ാം വാക്യത്തിൽ നാം കാണും, വിശുദ്ധ ചുംബനത്താൽ അന്യോന്യം നിങ്ങൾ വന്ദനം പറയുവിൻ. ആരാധനക്രമ വ്യാഖ്യാതാക്കൾ സമാധാന ആശംസയ്ക്ക് വലിയ പ്രാധാന്യമാണ് നൽകുന്നത്. ഈ സമയം ക്രിസ്തുവിന്റെ സമാധാനമാണ് ജനങ്ങൾക്ക് നൽകപ്പെടുക. നമ്മുടെ സമാധാനമായ ക്രിസ്തു എന്നാണ് സമാധാനത്തിന്റെ പേര്. സമാധാനം എന്നത് ക്രിസ്തുവിന്റെ രക്ഷാപദ്ധതിയെയും അതിന്റെ ഫലങ്ങളെയും സംഗ്രഹിക്കുന്നു. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ എന്ന് പറയുമ്പോൾ നാം കണ്ടു, തിരുപ്പട്ട സമയത്ത് അഭിഷിക്ത പുരോഹിതന് കിട്ടിയ സമാധാനം നമുക്ക് ഈ സമാധാന ആശംസയിലൂടെ നമ്മുടെ ജീവിതത്തിലേക്ക് കിട്ടും. സമാധാനം അർത്ഥമാക്കുന്നത് നാം എല്ലാം ക്രിസ്തുവിന്റെ ഏക ശരീരമാണ്. ഓരോരുത്തരുടെയും സന്തോഷവും സഹനവും എല്ലാവരുടേതുമാകണം. പരസ്പരം നാം പങ്കുവെക്കണം. ഇതാണ് സമാധാനം കൊണ്ട് അർത്ഥമാക്കുക. ഒരു ശരീരം ഭക്ഷിക്കുന്നത് വഴി ഏക ശരീരത്തിൽ നാം ഐക്യപ്പെടുന്നു. നമ്മുടെ ഹൃദയത്തിൽ നിന്നും വെറുപ്പ്, വിദ്വേഷം, അധമവികാരങ്ങൾ എന്നിവ നീക്കി ക്ഷമയും അനുരഞ്ജനവും നിറയ്ക്കണം എന്നും ഈ സമാധാന ആശംസയിലൂടെ നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. സ്വർഗീയ മണവാളൻ വിധിയാളനായി പ്രത്യക്ഷപ്പെടുമ്പോൾ ആവശ്യമായ ഐക്യവും ഇത് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. സമാധാന ആശംസയോടെ ബലിയർപ്പിക്കുന്ന സമൂഹം ക്രിസ്തുവിൽ ഏക ശരീരമാകുന്നു. ഇനി നമുക്ക് വിശുദ്ധ കുർബാന ആരംഭിക്കാം. കാരണം നാം ഇപ്പോൾ ഏക ശരീരമാണ്. അതിനുശേഷം അനുസ്മരണ പ്രാർത്ഥനയാണ് നാം കാണുക. ക്രൈസ്തവ സഭയിൽ തിരുഫലങ്ങൾ, സഭാഗ്രന്ഥ സമാഹാരം, ജീവിക്കുന്നവരുടെയും മരിച്ചവരുടെയും പുസ്തകം എന്നൊക്കെ ഈ അനുസ്മരണ പ്രാർത്ഥനയെ അറിയപ്പെടും.
പൗരസ്ത്യ സുറിയാന സഭയിൽ ജീവിക്കുന്നവരുടെ അല്ലെങ്കിൽ ജീവന്റെ പുസ്തകം എന്നാണ് നാം വിളിക്കുക. വിശുദ്ധ എഫ്രേമാണ് പൗരസ്ത്യ സുറിയാനി സഭയിൽ ഈ ഡിപ്റ്റിക്സിനെ പറ്റി ആദ്യമായി എഴുതുന്നത്. പിന്നീട് നാം കാണുക ഡീക്കന്റെ അറിയിപ്പാണ് അനാഫ്രയ്ക്കുള്ള ഒരുക്കത്തിന്റെ അറിയിപ്പ്. കണ്ണുകൾ താഴ്ത്തി വിചാരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി ചുങ്കക്കാരന്റെ മനോഭാവത്തോട് കൂടെ വേണം നാം പ്രാർത്ഥിക്കാൻ. എല്ലാം അറിഞ്ഞ ഫരിസയന്റെ മനോഭാവം പരിശുദ്ധ കുർബാനയ്ക്ക് ഒട്ടും യോജിക്കുന്നതല്ല. നാം ഏറ്റവും വലിയ പാപിയാണ് എന്ന ചിന്തയാണ് പരിശുദ്ധ കുർബാനയ്ക്ക് അണയാനുള്ള ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ യോഗ്യത. അതിനുശേഷം നാം കുശാപ്പ പ്രാർത്ഥനയിലേക്ക് കടക്കും. ഡീക്കൻ കാരസൂസ ചെല്ലുമ്പോൾ പുരോഹിതൻ കർത്താവേ ശക്തനായ ദൈവമേ എന്ന പ്രാർത്ഥന താഴ്ന്ന സ്വരത്തിൽ ചൊല്ലും. വിശുദ്ധ കുർബാന യോഗ്യതയോടെ അർപ്പിക്കാൻ വേണ്ട കരുണയ്ക്ക് വേണ്ടിയാണ് ഇവിടെ യാചിക്കുന്നത്. ദിവ്യരഹസ്യങ്ങളുടെ മൂടി ശോശപ്പ ഇതിനോടുകൂടി എടുത്തു മാറ്റും. സമാധാന ആശംസയ്ക്ക് ശേഷം കർത്താവെ നിന്റെ ശരീരത്തിനും രക്തത്തിനും എന്നുവരെ പറയുന്ന പ്രാർത്ഥന പുരോഹിതൻ ചൊല്ലുന്നു. ഇപ്പോൾ ദിവ്യരഹസ്യങ്ങൾ അർപ്പിക്കാൻ യോഗ്യനാക്കിയ ക്രിസ്തു വിധി ദിവസത്തിലും അങ്ങനെ തന്നെ ആക്കണമേ എന്നാണ് പ്രാർത്ഥന. നാം പരിശുദ്ധ കുർബാനയിൽ കാണുന്ന ഒരു ശുശ്രൂഷയാണ് ധൂപാർപ്പണം. നാം നേരത്തെ കണ്ടതുപോലെ പാപപരിഹാരത്തിനും ദൈവമഹത്വത്തിനുമായിട്ടാണ് ഇത് നാം അർത്ഥമാക്കുന്നത്. പിന്നീട് ആശംസാ പ്രാർത്ഥനകളാണ്. 3 ഡയലോഗുകളാണ് നാം കാണുക. എല്ലാ സഭയിലും ദിവ്യകാരുണ്യ കർമ്മം തുടങ്ങുന്നത് പ്രാരംഭ സംഭാഷണത്തോടെയാണ്. യഹൂദരുടെ ബറാക്ക പ്രാർത്ഥനയും അധ്യക്ഷനും അംഗങ്ങളും തമ്മിലുള്ള സംഭാഷണത്തോടെയാണ് ആരംഭിച്ചിരുന്നത്. ഈ ഡയലോഗുകൾ നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധ തൃത്വത്തിന്റെ രക്ഷാകര പദ്ധതിയെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. കൃപ എന്ന് പറഞ്ഞാൽ രക്ഷാകര പദ്ധതിയെ മുഴുവൻ അർത്ഥമാക്കുന്നതാണ് കൃപ. എന്താണ് കൃപ എന്ന് പറഞ്ഞാൽ മറ്റുള്ളവർക്ക് വേണ്ടി ബലിയാവുക എന്നതാണ് കൃപ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. രണ്ടാമത്തെ ആശംസ പ്രാർത്ഥനയാണ് നിങ്ങളുടെ വിചാരങ്ങൾ ഉന്നതങ്ങളിലേക്ക് ഉയരട്ടെ എന്ന്. മനസ്സിനെ ഏകാഗ്രമാക്കുവാൻ ജീവസന്ധാരണത്തിന് വേണ്ടി കഷ്ടപ്പെടുന്ന മക്കളുടെ വേദനയെല്ലാം ദൈവസന്നിധിയിലേക്ക് കൊടുക്കണം എന്നാണ്. നമ്മുടെ മനസ്സ് മുഴുവൻ നാം ദൈവസന്നിധിയിലേക്ക് കൊടുക്കുക എന്നാണ് നാം ഇവിടെ ഓർക്കുന്നതും അർത്ഥമാക്കുന്നതും. നമ്മുടെ ശിരസ് സ്വർഗത്തിലാണ്. അതിനാൽ നമ്മുടെ ഹൃദയവും ശിരസിനോടൊപ്പമായിരിക്കണം. ആരാധനാക്രമ വ്യാഖ്യാതാവായ ജെ യങ്മാൻ ഇങ്ങനെയാണ് പറയുന്നത്. മൂന്നാമത്തെ ആശംസ പ്രാർത്ഥനയാണ് സകലത്തിൻ്റെയും നാഥനായ ദൈവത്തിന് കുർബാന അർപ്പിക്കപ്പെടുന്നു. നന്ദിയിൽ ഉതിർക്കുന്ന ബലിയുടെ ആശയമാണിത്. ആ ബലിയാണ് അനാഫ്രയിൽ നടക്കാൻ പോകുന്നത്. ഈ 3 ആശംസകളും ദിവ്യകാരുണ്യ പ്രാർത്ഥനയെയും അതിൻ്റെ ഫലങ്ങളെയും ഉദ്ദേശിക്കുന്നു. തൃത്വത്തിൻ്റെ രക്ഷാകര പദ്ധതിയിലേക്കും സ്നേഹത്തിലേക്കും മനുഷ്യനെ ഏകാഗ്രതപ്പെടുത്തുന്നതാണ് ഈ പ്രാർത്ഥനകൾ. വീണ്ടും യാചന പ്രാർത്ഥനയിലൂടെ ദുഷ്ടത, അസൂയ, വഞ്ചന എന്നിവയിൽ നിന്ന് രക്ഷിക്കാനും പുരോഹിതൻ പ്രാർത്ഥിക്കുന്നു. രണ്ടാം പ്രണാമ ജപത്തിലൂടെ ത്രിത്വൈക ദൈവത്തെ സ്തുതിച്ച് ആരാധിക്കുന്നു. അതിനുശേഷം ഓശാന ഗീതം വരുന്നുണ്ട് മാലാഖമാരോട് ചേർന്ന്. ഓശാന ഗീതത്തിന്റെ സമയത്ത് ബൊളീവിയയിലെ കാറ്റാലിനെ കാണുന്ന ദർശനം ഇങ്ങനെയാണ്. എണ്ണി തിട്ടപ്പെടുത്താൻ പറ്റാത്ത അത്രയും മാലാഖമാർ അൾത്താരയിലും ദേവാലയത്തിലും നിറഞ്ഞു നിൽക്കുന്ന കാഴ്ച. അവർ ദൈവത്തെ താണു വീണ് ആരാധിക്കുകയാണ്. മനുഷ്യനായ നമുക്ക് അശുദ്ധിയുള്ള ഹൃദയത്തോടു കൂടെ ദൈവത്തെ ആരാധിക്കുവാനുള്ള യോഗ്യതയില്ലാത്തത് കൊണ്ട് നാം സ്വർഗീയ മാലാഖമാരോട് ചേർന്ന് തമ്പുരാനെ ആരാധിക്കുന്ന സ്വർഗവും ഭൂമിയും ഒന്നാകുന്ന ഒരു അവസ്ഥയാണിത്. വീണ്ടും വരാനിരിക്കുന്ന ക്രിസ്തുവിന് ഓശാന പാടുന്നു. ഈ ഓശാന ഗീതത്തിൽ നാം 2ാം വരവ് വരെ ഓർക്കുന്നുണ്ട്. വീണ്ടും വരുന്ന കർത്താവിനെ ഓർക്കുന്ന ഒരു ഗാനമാണ്. 3ാമത് കർത്താവെ ആശീർവദിക്കണമേ എന്ന് ജനങ്ങൾ പ്രത്യുത്തരിക്കുന്നു. പുരോഹിതന് വേണ്ടി നാം പ്രാർത്ഥിക്കുന്നു. 3ാം പ്രണാമ ജപം മാലാഖമാരോട് ചേർന്ന് നന്ദി പറയുന്നു. രക്ഷാകര രഹസ്യങ്ങൾ ഓർക്കുന്നു. 3ാം പ്രണാമ ജപത്തിന്റെ പകുതിയിൽ സ്ഥാപന വിവരണ പ്രാർത്ഥനയാണ്. പരിശുദ്ധ കുർബാനയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് കൂദാശ സ്ഥാപന വചനങ്ങൾ. ഒരു അഭിഷിക്ത പുരോഹിതൻ അൾത്താരയിൽ നിന്ന് തിരുവസ്ത്രങ്ങൾ അണിഞ്ഞ് പരിശുദ്ധ കുർബാനയുടെ മധ്യേ ഇതെൻ്റെ ശരീരമാണ് എന്ന് കർത്താവ് പറഞ്ഞ ഓർമ്മ പുതുക്കി ഈ കുർബാന ആചരിക്കുമ്പോൾ എൻ്റെ സഹോദരങ്ങളെ, സാക്ഷാൽ ദൈവം സ്വർഗം വിട്ട് ഇറങ്ങി പുരോഹിതൻ്റെ കരങ്ങളിലൂടെ തിരുവോസ്തി യേശുവിൻ്റെ ശരീരമായി മാറുന്ന അത്ഭുതകരമായ നിമിഷമാണ് ഈ കൂദാശ സ്ഥാപന വചനങ്ങളുടെ സമയത്ത് നാം കാണുക. സ്ഥാപന വിവരണത്തിൻ്റെ പശ്ചാത്തലം അപ്പത്തിന്മേലുള്ള വചനം, കാസയിന്മേലുള്ള വചനം, കൽപ്പന അനുസരണ പ്രാർത്ഥന.
എല്ലാ അനാഫറുകളിലും ക്രിസ്തുവിൻ്റെ രക്ഷാകര പ്രവർത്തനങ്ങളെ കൃതജ്ഞതാപൂർവം ഓർക്കുന്നു. ഈ അനാഫറയുടെ സമയത്താണ് കർത്താവിൻ്റെ തിരുശരീര രക്തമായി മാറുന്ന ഈശോയുടെ ദിവ്യകാരുണ്യത്തിലൂടെ വലിയ അത്ഭുതങ്ങൾ നടക്കുക. കെറ്റാലീന ഈ സമയത്ത് അൾത്താരയിലേക്ക് നോക്കുമ്പോൾ പുരോഹിതൻ ഇതെൻ്റെ ശരീരമാണ്, ഇതെൻ്റെ രക്തമാണ് എന്ന് പറഞ്ഞ നിമിഷം തിരുവോസ്തി ഉയർത്തിയപ്പോൾ ആ സഹോദരിക്ക് പരിശുദ്ധ അമ്മ കാണിച്ചു കൊടുത്തത് കുരിശിൽ തൂങ്ങിക്കിടന്ന് വേദനയോടെ പിടയുന്ന ഈശോയുടെ രൂപമാണ്. വേദനയോടെ പിടയുന്ന ഈശോ കെറ്റാലിനയെ ദയനീയമായി നോക്കുന്നുണ്ട്. പുരോഹിതൻ കാസ ഉയർത്തിയപ്പോൾ ഈ കുരിശിൽ നിന്നും ഒഴുകുന്ന ദിവ്യമായ രക്തം കാസയിലേക്ക് ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. കെറ്റാലിന ഭയപ്പെട്ടു പോയി. ഈ കാസ നിറഞ്ഞ് ഈ രക്തം ഇപ്പോൾ ദേവാലയം മുഴുവൻ ഒഴുകുമോ എന്ന് പേടിച്ച്. പക്ഷേ യാതൊന്നും സംഭവിച്ചില്ല. കർത്താവിൻ്റെ ദിവ്യമായ ഹൃദയത്തിൽ നിന്ന് തിരുരക്തം ഇങ്ങനെ ഭൂമിയിലേക്ക് ഒഴുകുന്ന അത്ഭുതകരമായ കാഴ്ച. കൂദാശ സ്ഥാപന വചനങ്ങളുടെ സമയത്ത് പരിശുദ്ധ കുർബാന ഈശോയുടെ ശരീരമായി മാറിയ സഭ അംഗീകരിച്ച അത്ഭുതമാണ് ഇറ്റലിയിലെ ലാൻസിയാനോയിൽ നടന്ന അത്ഭുതം. ശാസ്ത്രപരമായും ചരിത്രപരമായുമെല്ലാം സത്യമാണെന്ന് ലോകത്തിന് വെളിപ്പെടുത്തി കൊടുത്ത ഏറ്റവും വലിയ അത്ഭുതമാണ് കർത്താവിൻ്റെ തിരുശരീരം രക്തമായും മാംസമായും മാറിയത്. ഇന്നും കർത്താവ് മനുഷ്യമക്കളോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പല അടയാളങ്ങളിലൂടെ, ഞാൻ ജീവിക്കുന്ന ദൈവമാണ്, മരിച്ച് മണ്ണടിഞ്ഞു പോയ ഒരു ദൈവമല്ല, ഞാൻ ഇന്നും ജീവിക്കുന്നുണ്ട്. ഈ പരിശുദ്ധ കുർബാനയിൽ ഞാൻ ഇപ്പോഴും എൻ്റെ ദിവ്യമായ രക്തം നിങ്ങളുടെ മേൽ ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. മത്തായിയുടെ സുവിശേഷം 26-ാം അധ്യായം 27-28 കാസമേലുള്ള വാക്കുകൾ ഒരു വൈദികനെ കൊടുത്തിരിക്കുന്ന ഏറ്റവും വലിയ അനുഗ്രഹമാണ് ഈ സമയത്ത് നാം കാണുക. 1 കൊറിന്തോസ് 11:24-25 നാം കാണുന്നുണ്ട് കൽപ്പന അനുസ്മരണ പ്രാർത്ഥന. പരിശുദ്ധ അമ്മ ഒരു പുരോഹിതനെ നോക്കി നിൽക്കുന്നത് അത്ഭുതകരമായിട്ടാണെന്നാണ് കെറ്റാലിന പറയുക. കാരണം ഈ അനാഫറയുടെ സമയത്ത് പുരോഹിതന്റെ കരങ്ങളിൽ യേശു എന്ന ദൈവം ഇറങ്ങി വരികയാണ്. ഇതെൻ്റെ ശരീരമാണ്, ഇതെൻ്റെ രക്തമാണ് എന്ന് ഒരു പുരോഹിതൻ പറഞ്ഞാൽ കർത്താവ് ശരീരക്തമായി വരുന്നു. പരിശുദ്ധ അമ്മയ്ക്ക് പോലും ഇല്ലാത്ത കൃപ. മാലാഖമാർ ഈ സമയം അസൂയയോടുകൂടി നോക്കി നിൽക്കും എന്നാണ് പറയുക. കാരണം അവർക്ക് ദൈവത്തെ നോക്കിക്കൊണ്ട് ആരാധിക്കാനേ ഇനി കഴിയൂ. പരിശുദ്ധ അമ്മയ്ക്കും യേശുവിനെ ഉൾക്കൊള്ളാൻ ഇനി കഴിയില്ല. പക്ഷേ ഒരു പുരോഹിതന്റെ കരങ്ങളിലൂടെ യേശു ശരീരരക്തമായി വന്ന് അശുദ്ധമായ അധരങ്ങളുള്ള മനുഷ്യരുടെ നാവിലേക്ക് വരാൻ തയ്യാറാകുന്ന അത്യത്ഭുതകരമായ ശുശ്രൂഷയാണ് അനാഫ്രയിൽ നാം കാണുക. പൗലോസ് ലീഹായുടെ ആരാധനക്രമ വ്യാഖ്യാതാക്കളും നൽകുന്ന അർത്ഥം ഇതിന് കർത്താവിൻ്റെ മരണമെന്നാണ്. നിങ്ങൾ രക്ഷിക്കപ്പെടുന്നു എന്ന് പറയുമ്പോൾ തിരുശരീര രക്തങ്ങളുടെ ക്രിസ്തുവിൻ്റെ രക്ഷാകര പദ്ധതിയുടെ ഫലമാണ് നമുക്ക് ലഭിക്കുന്നത്. വിശുദ്ധ ജോൺ ക്രിസോസ്റ്റം ബലിയർപ്പിക്കുമ്പോൾ മാലാഖമാർ, സ്വർഗീയ മാലാഖമാർ അണിനിരന്ന് നിൽക്കുന്നത് കണ്ടു എന്നാണ് പറയുക. അനാഫറയുടെ സമയത്ത് നാം നേരത്തെ കണ്ടു സ്വർഗവാസികൾ കൊതിയോടെ നോക്കി നിൽക്കുന്ന അത്യത്ഭുതകരമായ ഒരു സന്ദർഭമാണ് അനാഫറ. പരിശുദ്ധ കുർബാനയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗവും ഇത് തന്നെ ആകാനുള്ള കാര്യവും ഇത് തന്നെയാണ്. ദൈവം താണിറങ്ങി ഒരു പുരോഹിതന്റെ കരങ്ങളിൽ, ഒരു മനുഷ്യന്റെ കരങ്ങളിൽ വന്നിരിക്കുക. അനാഫറയിലെ കൂദാശ സ്ഥാപന വചനങ്ങൾ കഴിഞ്ഞാൽ 3-ാം പ്രണാമ ജപം തുടരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞു ഇറ്റലിയിലെ ലാൻസിയാനോയിൽ കർത്താവ് നമുക്ക് കാണിച്ചു തന്ന അത്ഭുതം. AD 700-ാം ആണ്ടിൽ സെന്റ് ബേസിലിൻ്റെ കോൺഗ്രിഗേഷനിൽപ്പെട്ട ഒരു പുരോഹിതൻ ബലിയർപ്പിക്കുമ്പോൾ ഈ തിരുവോസ്തി, കാറ്റത്ത് പറക്കുന്ന ഈ തിരുവോസ്തി ഈശോയുടെ ശരീരമാണോ എന്ന് ചിന്തിച്ചപ്പോൾ വിശ്വാസത്തിനായിട്ട് കർത്താവ് താണിറങ്ങി വന്നതാണ് സഭയിലെ ഏറ്റവും വലിയ, ഏറ്റവും യഥാർത്ഥവും ആധികാരികവുമായ അത്ഭുതം. ഈ അത്ഭുതത്തിലൂടെ അത് പഠിപ്പിക്കുവാനായി ഏൽപ്പിച്ചിരുന്ന നിരീശ്വരവാദിയായ ഒരു ഡോക്ടർ ഈശ്വരവിശ്വാസിയായി എന്നാണ് നാം കാണുക. ഈ അത്ഭുതം ശാസ്ത്രപരമായും ചരിത്രപരമായും സത്യമാണെന്ന് പറയപ്പെടുവാനുണ്ടായ കാരണം AD 7-ാം നൂറ്റാണ്ടിലാണ് ഈ അത്ഭുതം ലോകത്ത് നടക്കുന്നത്.
AD 14 നൂറ്റാണ്ടിലാണ് ലോകത്തിലേക്ക് പോസ്റ്റ്മോർട്ടം കടന്നു വന്നത്. ഒരു ശരീരത്തിന് കീറി മുറിച്ച് അവയവങ്ങൾ എടുക്കുന്ന പ്രക്രിയ പോസ്റ്റ്മോർട്ടം, ഇത് കടന്നു വന്നത് 14 നൂറ്റാണ്ടിലാണെങ്കിൽ സഭയിൽ നാം കാണുന്ന ഈ അത്ഭുതം 7 നൂറ്റാണ്ടിലാണ് നടക്കുക. അതുകൊണ്ട് തന്നെ ഇത് ക്രിസ്ത്യാനിയുടെ ഒരു മാത്രം അത്ഭുതമല്ല, ഇത് ചരിത്രത്തിൻ്റെ ഒരു അത്ഭുതം കൂടിയാണെന്ന്. ഈ പ്രാർത്ഥനയ്ക്ക് ശേഷം മധ്യസ്ഥ പ്രാർത്ഥനയാണ്. എല്ലാവർക്കും വേണ്ടി പുരോഹിതൻ മാധ്യസ്ഥം വഹിക്കുന്ന പ്രാർത്ഥന. കർത്താവെ, ഈ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ എന്നും ഈ കുർബാന സ്വീകരിക്കണമേ എന്നും പുരോഹിതൻ ആത്മാർത്ഥമായിട്ട് പിതാക്കന്മാർക്ക് വേണ്ടി, മറ്റെല്ലാവർക്കും വേണ്ടി, ദുഃഖിക്കുന്നവർക്കും വേദനിക്കുന്നവർക്കും വേണ്ടി പുരോഹിതൻ മാധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഈ പ്രാർത്ഥന കഴിഞ്ഞാൽ 4ാം പ്രണാമ ജപം തുടങ്ങുന്നു. കൽപ്പന അനുസ്മരണ പ്രാർത്ഥന എന്നാണ് ഇതിനെ നാം പറയുക. കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ പ്രാർത്ഥന തുടങ്ങുക. ജീവിതകാലം മുഴുവൻ അങ്ങയുടെ ശാന്തിയും സമാധാനവും ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുവാനും ഈ പ്രാർത്ഥനയിലൂടെ ഓർമ്മിക്കുന്നുണ്ട്. കർത്താവ്, എളിയവരും ബലഹീനരുമായ ഞാൻ എന്ന ഭാഗം പ്രാർത്ഥിക്കുമ്പോൾ എളിമയുടെ തലത്തിലേക്ക് നാം പോകുന്നു. ഈ ഓർമ്മ പ്രാർത്ഥന, ഇത് എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ എന്ന കുർബാനയിലെ പ്രത്യേക ഭാഗത്തെ വിളിക്കുന്നതാണ്. ഈ പ്രാർത്ഥനയ്ക്ക് ശേഷം അത്യത്ഭുതകരമായ മറ്റൊരു ശുശ്രൂഷയിലേക്ക് നാം നമ്മെ ഒരുക്കുകയാണ്. റൂഹാക്ഷണ പ്രാർത്ഥന. എല്ലാ അനാഫറുകളിലും 4ാം പ്രണാമ ജപം കഴിഞ്ഞാൽ റൂഹാക്ഷണ പ്രാർത്ഥന വരുന്നു. റൂഹാക്ഷണ പ്രാർത്ഥനയിൽ പിതാവായ ദൈവത്തെയാണ് നാം വിളിക്കുക. കർത്താവെ, നിന്റെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ എന്ന് പറയുമ്പോൾ സത്യത്തിൽ റുഹാദ് ഖുദാശ് തമ്പുരാൻ സ്വർഗം തുറന്ന് പരിശുദ്ധ കുർബാനയിലേക്ക് ഇറങ്ങി വരും. എൻ്റെ സഹോദരങ്ങളെ, കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് പരിശുദ്ധ കുർബാനയിൽ ഇറങ്ങി വരുന്നു എന്നതിന് ശക്തമായ തെളിവുകൾ ഞങ്ങളുടെ ജീവിതത്തിൽ പല പ്രാവശ്യം ഉണ്ടായിട്ടുണ്ട്. ഒരു പുരോഹിതൻ കർത്താവിൻ്റെ പരിശുദ്ധാത്മാവിനെ കുർബാനയിൽ വിളിക്കുമ്പോഴാണ് ഏറ്റവും സത്യമായിട്ട് പരിശുദ്ധാത്മാവ് ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്നത്. കാറ്റാലീന എന്ന് പറയുന്ന സഹോദരിക്ക് മാതാവ് ആ സമയം കൊടുത്ത ദർശനം ഇങ്ങനെയാണ്: കർത്താവെ, നിന്റെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ എന്ന് ഒരു പുരോഹിതൻ പ്രാർത്ഥിക്കുമ്പോൾ കാറ്റാലീന കാണുന്നത് സ്വർഗം തുറന്ന് ഒരു വലിയ ഉൽക്കയുടെ രൂപത്തിൽ പരിശുദ്ധാത്മാവ് ഭൂമിയിലേക്ക് എഴുന്നള്ളി വരുന്നു. ഈ പരിശുദ്ധാത്മാവ് അൾത്താരിയിൽ നിന്നും ഓരോ ഹൃദയങ്ങളുടെ ചുറ്റും നിന്ന് പറന്നുകൊണ്ടിരിക്കുകയാണ്. എവിടെയാണ് കയറിപ്പറ്റുക എന്ന് വിചാരിച്ച് അങ്ങനെ നിൽക്കുന്ന സമയത്ത് പരിശുദ്ധാത്മാവ് പല ഹൃദയങ്ങളിൽ നിന്നും മടങ്ങിപ്പോകുന്ന കാഴ്ചയാണ് കാണുക. കാരണം പരിശുദ്ധ കുർബാനയുടെ സമയത്ത് പരിശുദ്ധാത്മാവിനെ വിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ആത്മാർത്ഥമായിട്ട് പരിശുദ്ധാത്മാവിനെ നാം ഹൃദയത്തിലേക്ക് ക്ഷണിച്ചില്ലെങ്കിൽ, ഏത് ഹൃദയമാണ് പരിശുദ്ധാത്മാവിനെ ദാഹിച്ചിരിക്കുന്നത് ആ ഹൃദയങ്ങളിലേക്ക് പരിശുദ്ധാത്മാവ് പോകും. എവിടെയാണ് പരിശുദ്ധാത്മാവിൻ്റെ അധിവാസം ഉണ്ടാകണമെന്ന് നാം ആഗ്രഹിക്കുന്നത്, നാം ആ സമയത്ത് പ്രാർത്ഥിച്ചാൽ മൈലുകൾക്കപ്പുറത്തേക്ക് പോലും പരിശുദ്ധാത്മാവ് യാത്രയാകും. ഉത്ഥാനത്തിന് ശേഷം കർത്താവിൻ്റെ ദിവ്യമായ ശരീരം നിത്യമായ അനുഗ്രഹങ്ങളാൽ അലങ്കൃതമായതുപോലെ പരിശുദ്ധാത്മാവിൻ്റെ ആഗമനം വഴി കുർബാനയുടെ രഹസ്യങ്ങളും നിത്യമായ അനുഗ്രഹങ്ങളാൽ നിറയുന്നു. ഒരിക്കൽ പരിശുദ്ധാത്മാവിനെ വിളിച്ച് കുർബാനയിൽ പ്രാർത്ഥിക്കുമ്പോൾ ഒരു വലിയ അത്ഭുതം ഞങ്ങളുടെ ജീവിതത്തിൽ നടക്കുകയാണ്. നോർത്ത് ഇന്ത്യൻ പ്രദേശത്ത് ഭീകരന്മാരുടെ ആക്രമണത്തിൽ പെടുവാൻ സാധ്യതയുള്ള ഒരു കന്യാസ്ത്രീ ഒരിക്കൽ വിളിച്ചു പറഞ്ഞു, തെറ്റിദ്ധാരണയുടെ പേരിൽ 10 ബൈക്കുകളിന്മേൽ 10 പുരുഷന്മാർ വന്ന് ഈ കന്യാസ്ത്രീയെ ഭീഷണിപ്പെടുത്തി പോയിരിക്കുക. കന്യാസ്ത്രീ വിളിച്ചു പറഞ്ഞു പ്രാർത്ഥിക്കണമെന്ന്. പ്രാർത്ഥിക്കുവാനായിട്ട് വേറെ ആ സമയത്ത് സാധ്യതകളൊന്നുമില്ല. കാരണം പരിശുദ്ധ കുർബാനയിലേക്കാണ് ഞാൻ പോകുന്നത്. പരിശുദ്ധ കുർബാനയുടെ സമയത്ത് കർത്താവെ, നിന്റെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ എന്ന് പറയുമ്പോൾ ഞാൻ വിശ്വസിച്ചു, ഒരു പുരോഹിതൻ ഇങ്ങനെ പറയുമ്പോൾ സ്വർഗം തുറന്ന് ഭൂമിയിലേക്ക് ഒരു പരിശുദ്ധാത്മാവ് വരുന്നുണ്ട്. പരിശുദ്ധാത്മാവ് ഭൂമിയിലേക്ക് വന്നാൽ അവൻ ഫലങ്ങൾ പുറപ്പെടുവിക്കാതെ മടങ്ങി പോവുകയില്ല. ഒരു ദൈവം സ്വർഗം തുറന്ന് ഭൂമിയിലേക്ക് വരുന്നുണ്ടെങ്കിൽ കൃപകൾ വർഷിച്ചേ പോവുകയുള്ളൂ. ആ കൃപകൾ നാം ഏറ്റുവാങ്ങണം എന്നേ ഉള്ളൂ. ആ കൃപകൾ വാങ്ങാൻ നമ്മുടെ ഹൃദയം എന്തുമാത്രം ഒരുങ്ങിയിട്ടുണ്ട് എന്നതാണ് പ്രത്യേകത. ഈ സമയത്ത് പരിശുദ്ധാത്മാവെ എഴുന്നള്ളി വരണമേ എന്ന് എൻ്റെ ഇടവക വികാരി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് യോഗ്യതയുണ്ടോ ഇല്ലയോ എന്നൊന്നും ഞാൻ അപ്പോൾ ചിന്തിച്ചില്ല. ഭീകരന്മാരാൽ ആക്രമിക്കാനിരിക്കുന്ന ആ കന്യാസ്ത്രീ അമ്മയെ
ഞാൻ ആത്മാർത്ഥമായിട്ട് ആ സമയത്ത് പരിശുദ്ധാത്മാവിൻ്റെ കൈകളിൽ വെച്ചു കൊടുത്തു. ഇത്രയേ പറഞ്ഞുള്ളൂ. സ്വർഗം തുറന്നൊരു പുരോഹിതൻ വിളിച്ചപ്പോൾ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന പരിശുദ്ധാത്മാവെ, എങ്ങനെയാണ് അവരെ മാനസാന്തരപ്പെടുത്തേണ്ടത് എന്ന് എനിക്കറിയില്ല. ഏതായാലും നീ സ്വർഗം തുറന്ന് ഭൂമിയിലേക്ക് വന്നുവല്ലോ. നീ ഞങ്ങളുടെ ഇടവകയിൽ നിന്നും പറന്നുപോയി മൈലുകൾക്കപ്പുറത്ത് ഈ നോർത്ത് ഇന്ത്യയിൽ ഭീകരന്മാരുടെ ആക്രമണം ഭയന്നിരിക്കുന്ന ആ സഹോദരിയുടെ അടുത്തേക്ക്, ആ ഭീകരന്മാരുടെ അടുത്തേക്ക് നീ ഇപ്പോൾ കടന്നു ചെല്ലണമേ എന്ന്. എൻ്റെ സഹോദരങ്ങൾ, ഈ പ്രാർത്ഥന കഴിഞ്ഞ് കുർബാന കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ മൊബൈൽ നോക്കുമ്പോൾ ആ സിസ്റ്ററിൻ്റെ ഫോണാണ്. അവരെന്നെ വിളിച്ചിട്ട് ഇങ്ങനെയാണ് പറഞ്ഞത്, എന്ത് അത്ഭുതകരമായ പ്രാർത്ഥനയാണ് സഹോദരി അവിടെ നടത്തിയത്. ഞാൻ ആ സിസ്റ്ററിനോട് പറഞ്ഞു, പ്രത്യേകിച്ച് പ്രാർത്ഥനയൊന്നും ഞാൻ നടത്തിയില്ല. എൻ്റെ ഒരൊറ്റ വിശ്വാസമാണ്, പരിശുദ്ധ കുർബാനയിലാണ് അത്ഭുതങ്ങൾ നടക്കുക. പ്രത്യേകിച്ച് പുരോഹിതന്മാർ കർത്താവിനെ വിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് സ്വർഗം വിട്ട് ഭൂമിയിലേക്ക് ഇറങ്ങി വരുമെന്ന്, പരിശുദ്ധാത്മാവ് ഇങ്ങനെ ഇറങ്ങി വരുന്നത് ഞാൻ കണ്ട കാഴ്ചയാണ്. അതുകൊണ്ട് ഞാൻ ആ പരിശുദ്ധാത്മാവിനെ ഭീകരന്മാരുടെ ഹൃദയത്തിലേക്ക് അയക്കാൻ വേണ്ടി പ്രാർത്ഥിച്ചു. അത്രയേ ഉള്ളൂ സിസ്റ്ററെ എന്ന്. ആ കന്യാശ്രീ അമ്മ എന്നോട് പറഞ്ഞു, അത്ഭുതകരമാണ് ചേച്ചി. 15 നിമിഷങ്ങൾക്ക് ശേഷം ഈ 10 ഭീകരന്മാരും ഈ കന്യാശ്രീ അമ്മയുടെ അടുത്ത് വന്ന് മാപ്പ് പറയുവാൻ മാത്രം അവരുടെ ഹൃദയങ്ങളെ കർത്താവ് മാറ്റിയെന്ന് എനിക്ക് പറയാനുള്ളൂ. എൻ്റെ സഹോദരങ്ങളെ, പരിശുദ്ധ കുർബാനയിൽ നാം വന്നണയുമ്പോൾ പുരോഹിതൻ അൾത്താരയിൽ നിന്ന് എന്ത് പറയുന്നു അതവിടെ നടക്കും എന്ന് നാം വിശ്വസിക്കുകയാണെങ്കിൽ, നാം വിശ്വസിക്കുന്നതിനേക്കാൾ അപ്പുറത്തുള്ള അനുഗ്രഹങ്ങൾ ദൈവം നമ്മുടെ ജീവിതത്തിൽ ഇട്ടുതരുമെന്ന്. കർത്താവിൻ്റെ പരിശുദ്ധാത്മാവിനെ വിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നാം ഒരു കാര്യം ഓർക്കണം. കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളിലേക്ക് വരണമെങ്കിൽ നമ്മുടെ ഹൃദയം നന്മകളാൽ നിറഞ്ഞിരിക്കണം. നമ്മുടെ ഹൃദയത്തിൽ നിന്ന് എല്ലാ അശുദ്ധിയും പോയി കഴിഞ്ഞിട്ടുണ്ടാകണം. അതല്ലെങ്കിൽ വന്ന പരിശുദ്ധാത്മാവ് മടങ്ങിപ്പോകുന്ന അവസ്ഥയാണ് ഒരിക്കൽ കാണിച്ചു തന്നത്. കാരണം പരിശുദ്ധ കുർബാനയിൽ നിൽക്കുന്ന ജനം മുഴുവൻ വേറെ ഏതോ ചിന്തകളിൽ നിൽക്കുകയാണ്. ഒരിക്കൽ ഇങ്ങനെയാണ് കർത്താവ് ദർശനം തന്നത്. കർത്താവെ, നിന്റെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ എന്ന് പറയുന്ന സമയത്ത് സ്വർഗം തുറന്ന് പുരോഹിതനോടുള്ള ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് പരിശുദ്ധാത്മാവ് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നു. പക്ഷേ ഇറങ്ങി വന്ന പരിശുദ്ധാത്മാവിന് ഒറ്റ ഹൃദയങ്ങളിലും ഇരിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് സത്യം. കാരണം ആരും ആ സമയത്ത് പരിശുദ്ധാത്മാവിനെ വിളിച്ചിട്ടില്ല. പരിശുദ്ധാത്മാവ് പറന്നുപോയി വീടിൻ്റെ മുക്കിലും മൂലയിലും പരിശുദ്ധ കുർബാന ലഭിക്കാതെ ഇരിക്കുന്ന, പരിശുദ്ധ കുർബാനയെ ദാഹത്തോടുകൂടെ ഓർത്തിരിക്കുന്ന വൃദ്ധരായിട്ടുള്ള മാതാപിതാക്കൾ അവരവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുകയാണ്, കർത്താവിൻ്റെ പരിശുദ്ധാത്മാവെ ഞങ്ങൾ വരണമേ എന്ന്. പുരോഹിതൻ കുർബാനയിൽ നിന്ന് വിളിച്ചപ്പോൾ സ്വർഗം തുറന്നിറങ്ങി വന്ന പരിശുദ്ധാത്മാവ് കുർബാനയിൽ നിന്ന് വിട്ട്, ദേവാലയം വിട്ട്, ലോകത്തെ എവിടെയാണോ പരിശുദ്ധാത്മാവിനെ വിളിച്ചൊരു ഹൃദയം ദാഹിച്ചിരിക്കുന്നത് ആ ഹൃദയത്തിലേക്ക് പരിശുദ്ധാത്മാവ് പറന്നു പോകും. എൻ്റെ സഹോദരങ്ങളെ, ഈ ദൈവികമായിട്ടുള്ള സമയത്ത് പരിശുദ്ധ കുർബാനയിൽ നമുക്ക് പരിശുദ്ധാത്മാവിനെ ആത്മാർത്ഥമായിട്ട് വിളിക്കാം. പരിശുദ്ധാത്മാവിൻ്റെ ആഗമനം കഴിഞ്ഞാൽ പിന്നെ പരിശുദ്ധ കുർബാന ഉയർത്തുകയാണ്. പരിശുദ്ധ കുർബാന ഉയർത്തുമ്പോൾ കർത്താവിന് സ്തുതിയും ആരാധനയും കൃതജ്ഞതയും നാം കൊടുക്കുകയാണ്. ഏറ്റവും വലിയ ആരാധനയാണ് പരിശുദ്ധമായ ഈ ഉയർത്തലിൻ്റെ സമയത്ത്. പരിശുദ്ധ കുർബാന ഉയർത്തുമ്പോൾ ഞാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങിയ ജീവനുള്ള അപ്പമാകുന്നു എന്ന ഗാനം ഇവിടെ ആലപിക്കും. ഈ കുർബാന ഉയർത്തിക്കഴിഞ്ഞതിന് ശേഷം പുരോഹിതൻ ഇത് രണ്ടായി വിഭജിക്കും. രണ്ടായി വിഭജിച്ചതിന് ശേഷം വീണ്ടും യോജിപ്പിക്കും. വീണ്ടും അത് എടുത്തു വെച്ച് കർത്താവിൻ്റെ ഈ ഹൃദയം നമുക്ക് തരാനായിട്ട് സൂക്ഷിച്ചു വെക്കുകയാണ്. ആരാധ്യവും മഹനീയവുമായ ഈ നാമത്തിൽ വേർതിരിക്കപ്പെടുകയും പവിത്രീകരിക്കപ്പെടുകയും പൂർത്തീകരിക്കപ്പെടുകയും കലർത്തപ്പെടുകയും പരസ്പരം യോജിപ്പിക്കപ്പെടുകയും ചെയ്തിരിക്കുന്ന ഈ തിരുവോസ്തി, യേശുവിൻ്റെ ശരീരം. ഈ ശുശ്രൂഷയ്ക്ക് ശേഷം അനുരഞ്ജന ഗീതം ആരംഭിക്കും. അനുരഞ്ജന ഗീതത്തിൽ നാം ഇങ്ങനെയാണ് കാണുക: കർത്താവെ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. ഈ ശുശ്രൂഷ ഇനി വരുന്ന അനുരഞ്ജന ദൈവൈക്യ ശുശ്രൂഷയ്ക്കുള്ള ഒരുക്കമാണ്. നമ്മുടെ ഹൃദയത്തിലെ കടങ്ങളും പാപങ്ങളും പൊറുക്കണമേ എന്ന് നാം പ്രാർത്ഥിക്കുന്ന ഒരു ശുശ്രൂഷയാണ് അനുരഞ്ജന ശുശ്രൂഷ. അനുരഞ്ജന ശുശ്രൂഷയ്ക്ക് മുമ്പ് നാം നമ്മുടെ ഹൃദയങ്ങളെ പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയ്ക്കുക. പരിശുദ്ധാത്മാവ് നിറഞ്ഞ ഹൃദയത്തിന് കർത്താവിനോട് മാപ്പപേക്ഷിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇവിടെ നമ്മുടെ ഈ അനാഫറ ശുശ്രൂഷ അവസാനിക്കുകയാണ്. അടുത്ത ഭാഗം അനുരഞ്ജന ശുശ്രൂഷയ്ക്ക് നമുക്ക് നമ്മുടെ ഹൃദയങ്ങളെ പരിശുദ്ധ കുർബാനയുടെ സമയത്ത് ഒരുക്കാം.